പുതുവത്സരം പാടി ഉണരുകയായിരുന്നു. പാട്ടുകൾ തീരാതെ പാടി 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 പാട്ടുകളിലൂടെയായിരുന്നു ഇവിടെ പുതുവർഷം പുലർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഇവിടെ പാട്ടുകൾ അവസാനിച്ചിട്ടില്ല. പാടി ആളുകൾ ആഘോഷത്തിമിർപ്പിലാണ്. പുതുവർഷത്തെ വരവേൽക്കുവാൻ വലിയ ആഘോഷത്തിമിർപ്പിലാണ്. ഒരുപക്ഷെ ആഘോഷങ്ങൾ അതിരുവിടുമോ എന്ന ആശങ്ക അവിടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. പുതുവർഷ ആഘോഷങ്ങൾ ആഘോഷം തുടങ്ങിയ ഒരു 15 മിനിറ്റിന് ശേഷം പതിയെ ഇവിടെ വിന്യസിച്ചിരുന്ന പോലീസ് സേന ആൾക്കൂട്ടത്തെ വലിയ രീതിയിൽ ആഘോഷങ്ങളിലേക്ക് കടന്നുവിടാതെ പതുക്കെ നിയന്ത്രണങ്ങൾ ഇരിക്കുന്നു. പോലീസ് പതുക്കെ വിന്യസിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആൾക്കൂട്ടത്തെ പതിയെ പിരിച്ചുവിടുവാനുള്ള ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട്. ഏതായാലും വലിയ ആഘോഷമായിരുന്നു. പുതുവർഷം വിടുന്നത് വലിയ ആഘോഷത്തിമിർപ്പിലായിരുന്നു മാനവീയ വീതിയിൽ. ഇപ്പോൾ പതിയെ അതിനൊരു അവസാനം വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും പാട്ടുകളൊന്നും ഇവിടെ അടങ്ങിയിട്ടില്ല. വലിയ ആഘോഷമായി ആണ് മാനവീയം വീതിയിൽ കാണുന്നത്. അതുപോലെ തിരുവനന്തപുരം നഗരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും വലിയ ആഘോഷത്തിലാണ് പുതുവർഷത്തെ വരവേറ്റത്. കനകക്കുന്നിലടക്കം വലിയ ആഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ മാനവീയം വീതിയിലെ സംഘർഷ സമാനമായ സാഹചര്യത്തോട് അടുക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവിടെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്ന പോലീസുകാരടക്കം വലിയ ആൾക്കൂട്ടത്തെ പതിയെ പിരിച്ചുവിടുവാനുള്ള ഒരു ഇടപെടൽ നടത്തുന്ന എങ്ങനെയാണ് നടന്നത് മാനവീയ വീതിയില? അടിപൊളി തന്നെ. കൊച്ചുമോനെ കാണിച്ചു തൊട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട സമയമാണ്. ഇപ്പൊ കൊണ്ടുവന്നില്ലേ ഇപ്പൊ പുതിയ ജനറേഷന്റെ ഒക്കെ ഇതാണ് ആഘോഷമാണ്. ഇതല്ല നമ്മുടെ പഴയ കാലഘട്ട കഴിഞ്ഞുപോയി. മാനവീയ വീതിയിലെ ആഘോഷങ്ങൾ എങ്ങനെയുണ്ടാവും? മാനവീയ ആഘോഷം നമ്മൾ ടെൻഷനിലാണ് വന്നത്. ഇവിടെ പല പല പ്രശ്നങ്ങളല്ലേ, ഒന്നും സംഭവിച്ചില്ല. നോ പ്രോബ്ലം. പോലീസ് നല്ല സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? ശക്തമായി വളരെ ഹാപ്പിയാണ് നമ്മളെല്ലാരും. ലൈവ് ആണോ ഇതൊക്കെ? ലൈവ് അടിപൊളിയായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അതാണ് കുടുംബസമേതമടക്കം എത്തിയ ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്ക് ഈ ഒരു ആശങ്ക നിലനിന്നിരുന്നു. എങ്ങനെയാണ് മാനവീയ വീതിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇവിടെ വലിയ സംഘർഷം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഒന്നും അടിപൊളിയായിട്ട് ആഘോഷങ്ങളെല്ലാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനവീയ വീതിയിൽ വലിയ സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന് കരുതിയിരുന്നിട്ടും കടുത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൃത്യമായ ഒരു നിയന്ത്രണത്തിൽ പുതുവർഷ ആഘോഷം പൂർത്തിയാക്കുവാൻ പോലീസിന് സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ ആഘോഷത്തിമിർപ്പിലാണ് മാനവീയ വീതി. പാട്ടുപാടിയായിരുന്നു ഇവിടെ പുതുവർഷത്തെ വരവേറ്റത്. 2024 തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും വലിയ പുതുവർഷ ആഘോഷം ഇവിടെ മാനവീയ വീതിയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അജി കുഞ്ഞുമോൻ. യെസ്, ആഷിക്കൊപ്പം തന്നെ ഈ ആളുകളെയൊക്കെ പോലീസ് ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ അതൊരു വലിയ വിഷമം അവർക്കുണ്ടോ? കാരണം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയല്ലോ ഇപ്പോൾ. അപ്പോൾ അത് തീർച്ചയായും അങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമില്ല. എങ്കിലും വലിയ ഒരു ബഹളത്തിലേക്ക് ആഘോഷങ്ങൾ പോകാതിരിക്കാനുള്ള ഒരു കരുതലാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ആൾക്കൂട്ടങ്ങളുണ്ട്, പാട്ടുപാടുന്ന ഇടങ്ങളുണ്ട്. പക്ഷേ നിയന്ത്രണം വിട്ടു പോകുന്ന ആഘോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലാണ് പോലീസ് സ്വീകരിക്കുന്നത്. നമുക്കിവിടെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് സാറേ, എങ്ങനെയാണ് നിയന്ത്രണങ്ങളൊക്കെ എങ്ങനെ പോകും? ആസ് യൂഷ്വൽ കമ്മീഷണർ ബ്രീഫ് ചെയ്ത പോലെ തന്നെയാണ് ആ രീതി തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ടായിട്ടില്ല. ഈ പുതുവത്സരം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ഒരു നടപടികളൊക്കെ മനസ്സില്ല. ഇപ്പൊ അരമണിക്കൂർ ഇവിടെ നമ്മുടെ പോലീസ് പാർട്ടി ഇവിടെ ഉണ്ടാവും. 12:30 കഴിഞ്ഞും ബാക്കി ഉണ്ടാവും. 12:30 വരെ ആഘോഷം ഉണ്ടാവും. ആൾക്കൂട്ടത്തെ എത്ര നേരം വരെ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്? 12:30 വരെ നമുക്ക് ഉണ്ടാവും. എന്താണ് ഈ ഗതാഗത തീർച്ചയായും അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ആൾക്കൂട്ടത്തെ ഒരു 12:30 വരെയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയതിനു ശേഷം മുഴുവൻ പേരെയും പിരിച്ചുവിടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് പോലീസ് സംഘവും ഉള്ളത്. ഏതായാലും ആഘോഷങ്ങൾ നിയന്ത്രണം വിട്ടു പോകാത്ത രീതിയിലുള്ള ആഘോഷങ്ങൾ ഒരുക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മനോഹരമായി മാനവീയം വീതിയിലെ പുതുവത്സര ആഘോഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആൾക്കൂട്ടങ്ങൾ ഏതാണ്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം